നമസ്കാരം, ഞാൻ ഷെർലി രാജ്കുമാർ, യോഗ ട്രെയിനറും വെൽനസ് കോച്ചുമാണ്. ഞാനിന്നിവിടെ പറയുന്ന ടോപ്പിക് ശ്വസന രീതിയെക്കുറിച്ചാണ്. യോഗയിൽ പതാഞ്ജലി മഹർഷി പറയുന്നത് ചിത്തവൃത്തി നിരോധ എന്നാണ്. അതായത് നമ്മുടെ ചിത്തത്തിലുണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ നിയന്ത്രിച്ച് ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനങ്ങളും കൂടി ആകുമ്പോഴാണ് നമുക്ക് നല്ലൊരു ജീവിതശൈലി കൊണ്ടുവരാൻ കഴിയുന്നത്. അതിന് പ്രധാനമായും 5 കാര്യങ്ങളാണ്. 1. ശരിയായ ശ്വസനം. 2. ശരിയായ എക്സസൈസ്. 3. ശരിയായ റിലാക്സേഷൻ. 4. ശരിയായ ഭക്ഷണ രീതി. 5. മെഡിറ്റേഷൻ ആൻഡ് പോസിറ്റീവ് തിങ്കിങ്. നമ്മളെല്ലാവരും 4 രീതിയിലാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. 1. സെർവിക്കൽ ബ്രീത്തിങ്, അതായത് ഷോൾഡർ ബ്രീത്തിങ്. 2. തൊറാസിക് ബ്രീത്തിങ്, അതായത് ചെസ്റ്റ് ബ്രീത്തിങ്. 3. അബ്ഡോമിനൽ ബ്രീത്തിങ്, അതായത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്. 4. യോഗിക് ബ്രീത്തിങ്. ശ്വാസവും മനസ്സും ശരീരവും തമ്മിൽ നല്ലൊരു കണക്ഷനുണ്ട്. അപ്പോൾ പ്രോപ്പർ ബ്രീത്തിങ്ങിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യം ഉണ്ടാകുന്നു. ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരികയും ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ വയറ് താഴ്ന്നു വരുന്നതുമാണ് ശരിയായ ശ്വസന രീതി. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം പേരും നേരെ ഓപ്പോസിറ്റായിട്ടാണ് ശ്വസിക്കുന്നത്. അത് നമ്മൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്നു വരണം, ശ്വാസം വിടുമ്പോൾ വയറ് താഴ്ന്നു വരണം. ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് വരുന്നതെങ്കിൽ അത് തെറ്റായ ശ്വസന രീതിയാണ്. അതുപോലെ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, നമ്മൾ കൊച്ചു കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ വയറ് ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നും ശ്വാസം വിടുമ്പോൾ താഴ്ന്നുമാണ് വരുന്നത്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുമെന്നും ശ്രദ്ധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.